राष्ट्रपति भवन के भव्य प्रांगण में प्रेसिडेंट बॉडीगार्ड लाइंड अप है। ഹാഷ്മി പ്രവിത രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്നും ഈ റിപ്പബ്ലിക് ദിന പരേഡ് ചടങ്ങിൻ്റെ വേദിയിലേക്ക് പുറപ്പെടുകയാണ്. അതിന് മുന്നോടിയായുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഗാർഡുകളുടെ അഭിവാദ്യം സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ യാത്ര പുറപ്പെടുകയാണ്. റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ നടക്കുന്ന കർത്തവ്യപഥിലേക്ക് രാഷ്ട്രപതി ഭവനിൽ നിന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു പുറപ്പെടുന്നു. അത് പരമ്പരാഗത രീതിയിൽ തന്നെ കുതിരകളെ കെട്ടിയ വണ്ടിയിൽ തന്നെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അശ്വാരൂഢരായ രാഷ്ട്രപതി ഗാർഡുകളുടെ അകമ്പടിയോടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിലേക്ക് യാത്ര തിരിക്കുന്നത്. അതിൻ്റെ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ, ആ ഒരു യാത്രയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പരമ്പരാഗതമായി റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്കായി രാഷ്ട്രപതി നേതൃത്വം വഹിക്കുന്നതിനായി രാഷ്ട്രപതി ഭവനിൽ നിന്നും പുറപ്പെടുന്ന അതേ രീതിയിൽ തന്നെ പ്രൗഢഗംഭീരമായ അശ്വാരൂഢരായ രാഷ്ട്രപതി ഗാർഡുകളുടെ അകമ്പടിയോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാന ചടങ്ങുകൾ നടക്കുന്ന കർത്തവ്യപഥിലേക്ക് രാഷ്ട്രപതി ഭവനിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി കർത്തവ്യപഥിലേക്ക് എത്തിച്ചേരുകയും അവിടെ 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ, പ്രധാന ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകളിൽ പ്രത്യേക അതിഥികളായി പങ്കെടുക്കുന്നത്. അവരോടൊപ്പമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പരമ്പരാഗത രീതിയിൽ രാഷ്ട്രപതി ഭവനിൽ നിന്നും കുതിരകളെ കെട്ടിയ വാഹനത്തിൽ ഈ ചടങ്ങിൻ്റെ വേദിയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഏറെ മനോഹരമായ പ്രൗഢഗംഭീരമായ ദൃശ്യങ്ങളാണ് നമുക്ക് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നിന്നും ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. പരമ്പരാഗത രീതിയിൽ ഈ അതിഥികളോടൊപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതിനായി രാഷ്ട്രപതി ഭവനിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഒരു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഉൾപ്പെടുന്ന ഈ ഒരു വ്യൂഹം അത് കർത്തവ്യപഥിൽ എത്തിച്ചേരും. അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക മേധാവിയും 3 സേനാ മേധാവികളും മറ്റു നേതാക്കളും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിക്കും. തുടർന്നാണ് ഔപചാരികമായ ചടങ്ങുകൾ കർത്തവ്യപഥിൽ നടക്കുക. 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പുരോഗതി, ശക്തി, ഒപ്പം തന്നെ ചരിത്രപരമായ സാംസ്കാരിക പൈതൃകം എന്നിവയെല്ലാം തന്നെ വിളിച്ചോതുന്ന, ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ്. അതിന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തുടക്കമാവുകയാണ്. രാജ്യം മുഴുവൻ ഒരു മനസ്സോടെ കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷങ്ങൾക്കായി. അതിന് തുടക്കം കുറിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ യാത്രയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഒരു യാത്ര അത് കർത്തവ്യപഥിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് ഔപചാരികമായ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. ഈ കർത്തവ്യപഥിലേക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർത്തവ്യപഥിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ചേർന്നായിരിക്കും കർത്തവ്യപഥിലെത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുക. എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാന നേതാക്കൾ എല്ലാം തന്നെ ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി കർത്തവ്യപഥിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 3 സേനാ വിഭാഗങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്തിച്ചേർന്നിരിക്കുന്നു. കൂടാതെ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാന മന്ത്രിമാർ, പ്രധാന നേതാക്കൾ, പ്രത്യേകം ക്ഷണിച്ച അതിഥികൾ, കൂടാതെ ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന പൊതുജനങ്ങൾ അടക്കമുള്ളവരാണ്
കർത്തവ്യപഥിന്റെ ഇരുവശങ്ങളിലുമായി അണിനിരക്കുന്നത്. രാവിലെ 7 മണി മുതൽ അവരുടെ സമീപത്തേക്കാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവരെയും പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ചടങ്ങ് വീക്ഷിക്കാനായി എത്തിയ പൊതുജനങ്ങൾ, നേതാക്കൾ അടക്കമുള്ളവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിവാദ്യം ചെയ്യുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ റിപ്പബ്ലിക് ദിന ചടങ്ങിന്റെ പ്രത്യേക അതിഥികളായ യൂറോപ്യൻ യൂണിയൻ നേതാക്കളോടൊപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിലേക്ക് എത്തിച്ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ നേതാക്കളെ, രാഷ്ട്രപതിയെയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളെയും ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് പ്രധാനമന്ത്രി സ്വീകരിച്ച് ആനയിക്കുക. തുടർന്നായിരിക്കും പതാക ഉയർത്തൽ ചടങ്ങും. തുടർന്ന് റിപ്പബ്ലിക് ദിന പരേഡ്, പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന്റെ സല്യൂട്ട്, അഭിവാദ്യം രാഷ്ട്രപതി സ്വീകരിക്കുകയും ചെയ്യുക. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിലേക്ക് എത്തിച്ചേരും. ആ പ്രൗഢഗംഭീരമായ രാജ്യത്തിന്റെ പാരമ്പര്യം, കരുത്ത്, സാങ്കേതിക മികവ്, സൈനിക ശേഷി എന്നിവയെല്ലാം തന്നെ വിളിച്ചോതുന്ന, രാജ്യത്തിന്റെ അഭിമാനകരമായ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ, മിസൈലുകൾ അടക്കമുള്ളവ പ്രദർശിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് എന്നുള്ളത്. ആ ഒരു ചടങ്ങ്, ആ ഒരു പരേഡിന് സാക്ഷ്യം വഹിക്കാനാണ് ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ടെലിവിഷൻ സെറ്റുകൾക്ക് മുന്നിലും നേരിട്ട് കാണുന്നതിനായി ആയിരക്കണക്കിന് പേർ കർത്തവ്യപഥിന്റെ ഇരുവശങ്ങളിലുമായി അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകളായി ആ കാത്തിരിപ്പ് നടക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഈ ചടങ്ങുകൾ, റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കാൻ ബാക്കിയുള്ളത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കർത്തവ്യപഥിലേക്ക് എത്തിച്ചേരും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാനാകും. കർത്തവ്യപഥിലേക്ക് രാഷ്ട്രപതി ഭവനിൽ നിന്നും രാഷ്ട്രപതി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഔപചാരികമായ ചടങ്ങുകൾ നടക്കും. ഉപരാഷ്ട്രപതി എത്തിച്ചേർന്നിരിക്കുന്നു കർത്തവ്യപഥിലേക്ക്. അദ്ദേഹം അവിടെ എത്തിയ പ്രധാന നേതാക്കൾ, സൈനിക മേധാവികൾ എന്നിവരെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉപരാഷ്ട്രപതിയെയും ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് ആനയിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതിയും ഈ വേദിയിലേക്ക് എത്തിച്ചേരും. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും ഇത്തവണ റിപ്പബ്ലിക് ദിന ചടങ്ങിൻ്റെ പ്രത്യേക അതിഥികളായി പങ്കെടുക്കുന്ന യൂറോപ്യൻ യൂണിയൻ നേതാക്കളെയും സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുന്നതിനായി ഇപ്പോൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അനുഗമിക്കുന്ന വ്യൂഹം ഇപ്പോൾ അശ്വാരൂഢയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസിഡന്റ് ഗാർഡുകളുടെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്ൻ എന്നിവരാണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥികൾ. രാഷ്ട്രപതിക്കൊപ്പം ആ വാഹനത്തിൽ, സെറിമോണിയൽ വാഹനത്തിൽ ഇരിക്കുന്നത് അവർ ഇരുവരും അടക്കം രാഷ്ട്രപതി അവിടെ കർത്തവ്യപഥിലേക്ക് എത്തുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നതടക്കമായിരുന്നു ഇന്നലെ രാഷ്ട്രപതി രാജ്യത്തോടായി നടത്തിയ ശ്രീനാരായണ ഗുരുവചനം അടക്കമായിരുന്നു രാജ്യത്തോടായി നടത്തിയ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത്. കർത്തവ്യപഥിൽ അല്പസമയത്തിനകം വർണ്ണാഭമായ പരേഡ് തുടങ്ങാൻ പോകുന്നു. 10:28 ആകുന്നു. ഇതൊക്കെ വളരെ ഷാർപ്പ് പങ്ക്ച്വൽ ടൈമിംഗ് ആണ്. 10 എന്ന് പറഞ്ഞാൽ 10:30 അങ്ങോട്ടേക്കില്ല, കറക്റ്റ് സമയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.